സ്വാതി അയ്യപ്പപ്പണിക്കർ സാഹിത്യ പുരസ്കാരം നേടിയത് കെ ജയകുമാർ ആണ്. സ്വാതി അയ്യപ്പപ്പണിക്കർ സാഹിത്യ പുരസ്കാരം നേടിയത് കെ ജയകുമാർ ആണ്. കരസേനയുടെ കിഴക്കൻ മേഖലാ ആസ്ഥാനത്തിൻ്റെ പുതിയ പേര് വിജയ് ദുർഗ് എന്നാണ്. കരസേനയുടെ കിഴക്കൻ മേഖലാ ആസ്ഥാനത്തിൻ്റെ പുതിയ പേര് വിജയ് ദുർഗ് എന്നാണ്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 14,000 റൺസ് തികച്ച ബാറ്റർ വിരാട് കോഹ്ലിയാണ്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 14,000 റൺസ് തികച്ച ബാറ്റർ വിരാട് കോഹ്ലിയാണ്. 2024-25 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ ഏറ്റുമുട്ടിയ ടീമുകൾ വിദർഭയും കേരളവുമാണ്. ജേതാക്കൾ വിദർഭയാണ്. 2024-25 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ ഏറ്റുമുട്ടിയ ടീമുകൾ വിദർഭ, കേരളം എന്നിവയാണ്. ജേതാക്കൾ വിദർഭയാണ്. കേന്ദ്ര പദ്ധതിയായ നക്ഷയുടെ ലക്ഷ്യമെന്താണ്? ഉത്തരം നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റലൈസ് ചെയ്യൽ. കേന്ദ്ര പദ്ധതിയായ നക്ഷയുടെ ലക്ഷ്യമെന്താണ്? ഉത്തരം നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റലൈസ് ചെയ്യൽ. സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ള ഗ്രഹം? ഉത്തരം ശനി. സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ള ഗ്രഹം? ഉത്തരം ശനി. 2025 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം? ഉത്തരം 118. 2025 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം? ഉത്തരം 118. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത? ഉത്തരം ക്രിസ്റ്റി കവൻട്രി. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത? ഉത്തരം ക്രിസ്റ്റി കവൻട്രി. ഹൈഡ്രജനിൽ ഓടുന്ന കേരളത്തിലെ ആദ്യ ബസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം കൊച്ചിൻ അന്തർദേശീയ വിമാനത്താവളത്തിൽ. ഹൈഡ്രജനിൽ ഓടുന്ന കേരളത്തിലെ ആദ്യ ബസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചിൻ അന്തർദേശീയ വിമാനത്താവളത്തിൽ.